നടൻ ഷൈൻ ടോം ചാക്കോ ഓടിയത് ഗുണ്ടകളെ കണ്ടിട്ടാണെന്ന്. ഷോ ഇതൊക്കെ കേട്ടാലുണ്ടല്ലോ നമ്മൾ മാധ്യമപ്രവർത്തകർ എങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ച എടുക്കുക പൗർണമി. അതെ, സത്യത്തിൽ 2 ദിവസം മുമ്പ് അയാൾ ഇന്റർവ്യൂ എനിക്ക് ഓർമ്മ വന്നത്. അന്ന് അയാൾ വാക്കൗട്ട് അടിച്ച് ഇറങ്ങിപ്പോയി. ഒരു നല്ല ചാനലിൽ നിന്നുകൊണ്ട് നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു മാധ്യമപ്രവർത്തനം വെറും ആസാക്കിക്കൊണ്ട് അയാൾ വലിയ അഹങ്കാരത്തോടെ ഇറങ്ങിപ്പോയി. ഇന്ന് അയാൾ മറ്റേ വെള്ളത്തിൽ ചാടി, പൂളിൽ ചാടി, ഈ ചാടി ഓടി, മതിൽ ചാടി, ഇറങ്ങി ഓടി. ശരിക്കും പറഞ്ഞാൽ ആ ഓട്ടം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇറങ്ങിപ്പോക്ക് പിന്നെ ഒരു ഓട്ടത്തിൽ കലാശിച്ചു. ആ ഓട്ടം ഇതാ ഇപ്പൊ തിരിച്ചെന്തായാലും പോലീസ് കസ്റ്റഡിയിലെത്തി. പോലീസ് പാലക്കാടുള്ള അഭിഭാഷകനുമായിട്ട് ഹാജരായിട്ടുണ്ട്. ഇപ്പോഴും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലോട് തുടരുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ മറുപടികൾ കേട്ടിട്ടാണ് നമ്മളിപ്പോൾ ചിരിച്ചത്. ഗുണ്ടകളെ കണ്ടിട്ടാണ് അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോഴും വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ ഷൈൻ ടോം ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് തോന്നുന്നു പൗർണമിക്കത്? ഇതൊരു പൊറാട്ട് നാടകമാണോ? ശരിക്കും പറയാൻ പറ്റത്തില്ല, എന്ത് വേണേലും ആവാം. കാരണം നമ്മുടെ നാട്ടിൽ എന്താണ്, ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ ഇരിക്കുന്നുണ്ടല്ലോ ശാരിക, അതെ, അത് ഈ പറയുന്ന വിൻസിയുമായിട്ട് ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഷൂട്ടിങ്ങിനിടയിലാണല്ലോ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതായിട്ടുള്ള പരാതി വന്നതും അല്ലെങ്കിൽ അത് പറയപ്പെടുന്നു. ഈവൻ വിൻസിക്ക് ഈ പറയുന്ന നടന്റെ പേര് പോലും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, പരാതി കൊടുത്തത് എവിടേക്കാണെന്നുള്ളത് കൃത്യമായിട്ട് വിൻസിക്ക് അറിയാം. പക്ഷേ വിൻസി ആരോപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ വ്യക്തമായി പറയുന്നു തങ്ങളല്ല പേര് പുറത്തു വിട്ടതെന്ന്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പേര് പുറത്തു വിട്ടതാണ്. ഇപ്പൊ വിൻസിക്ക് സ്വാഭാവികമായിട്ടും താൻ അഭിനയിച്ച സിനിമയിലെ നടനാണ്, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം അഭിനയിച്ച ആളാണ്. അത് ആ സിനിമയെ ബാധിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രൊമോഷനുകളുമായിട്ട് അദ്ദേഹം തിരക്കിലാണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കുന്നില്ല. പക്ഷെ പിന്നീട് ഏത് പോയിന്റിലാണ് ഇവർക്ക് പരാതി കൊടുക്കാൻ തോന്നിയത്? മറ്റുള്ളവരായിട്ട് ഉപദേശം തേടിക്കാണും, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിച്ചാണ്. ഒരു പക്ഷേ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ ഷൈൻ ഈ ഓടിപ്പോയി കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വളരെ മോക്ക് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പം പോലീസാണ് വന്നത് അല്ലെങ്കിൽ ഡാൻസ് ഓഫ് ടീമാണ് വന്നതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഉള്ള മന്ദബുദ്ധികളല്ല മൊത്തത്തിലൂടെ ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് ഷൈൻ്റെ അമ്മയുടെ ഒരു വോയിസ് ചാനൽ റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് അവിടെ നിന്ന് വല്ലതും കിട്ടിയോ? വല്ലതും അവർക്ക് കിട്ടിയോ? ഒന്നും കിട്ടുന്നില്ല. എന്തിനാണ് ഓടിയെന്നുള്ള ചോദ്യത്തിന് പേടിച്ചോടിയതാണെന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം നടന്ന് ഈവൻ ഈ പറയുന്ന പരാതി കൊടുത്ത നടി ഇത്തരത്തിലൊരു പരാതി കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കുറേ പോസ്റ്റുകൾ വന്നിരുന്നല്ലോ, ഈ നടന്റെ പേര് വ്യക്തമാക്കാതെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിൻസി വന്ന അത് കുറേ ചാനൽസ് കാർഡ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാർഡ് പോലും ഈ പറയുന്ന ഷൈൻ ടോം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പേര് വെളിപ്പെടുത്തിയതിന് ശേഷം ത്രൂ ഔട്ട് ഒരുപാട് പോസ്റ്റേഴ്സ് സ്റ്റോറി ആയിട്ടിട്ടുണ്ട്. ഏത് ഈ വിൻസി ഉൾപ്പെടുന്ന ഷൈനുമായിട്ട് അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമയെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സിനിമ കൂടുതൽ, കാരണം ആ ഒരു പേര് ഇപ്പം വിൻസി ഇങ്ങനെ പറയുമ്പോഴോ അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകളിലെ അറിയുള്ളായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സംഭവത്തിന് ശേഷം എന്തായാലും ഷൈൻ ടോമിൻ്റെ വാർത്ത വന്നതിന് ശേഷം ഈ പേജ് എല്ലാവരും സെർച്ച് ചെയ്യും. അത് മാത്രമല്ല, ഈ മോക്ക് ചെയ്തുകൊണ്ട് ഞാൻ എവിടേക്ക് ഓടി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായി, എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും അത് കാണാനെങ്കിലും ആൾക്കാർ കയറിയിട്ടുണ്ടാവും. അങ്ങനെ കയറുമ്പോൾ കാണുന്ന മുഴുവൻ പിന്നീട് നോക്കുമ്പോൾ ഈവൻ ഞാൻ പോലും അത് കണ്ടു. അതെ അവര് ഈ വിൻസിക്ക് അനുഭവം ഉണ്ടായെന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അവർ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് റിലീസിന് ഒരുങ്ങുവാണ്. സോ മേ ബി ഇത് അവരുടെ ഒരു ഈ പറയുന്ന പോലെ എന്തായാലും ഈ സിനിമയെക്കുറിച്ച് ആൾക്കാർ അന്വേഷിക്കും. ഇന്ന സിനിമയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, അപ്പോൾ നടിക്ക് ഇങ്ങനെ കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്, ഷൈനാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് എല്ലാവരും ഇപ്പോൾ പരസ്യമായ രഹസ്യമായി മാറിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് ഉടനെ തന്നെ മേ ബി ചിലപ്പോൾ റിലീസും ഉണ്ടാവാം. ഇറങ്ങുന്ന സമയത്ത് ഇത് മറ്റേ സിനിമയല്ലേ, മറ്റേ കേസ് വിവാദമായ സിനിമയല്ലേ, അപ്പോൾ നമുക്കൊന്ന് കണ്ടേക്കാം. അങ്ങനെ ഈ പറയപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം അതിന്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് സംശയം. നോർമൽ പബ്ലിസിറ്റി ഇപ്പോൾ വർക്ക്ഔട്ട് ആവുന്നില്ല, കൂടുതലും നെഗറ്റീവ് പബ്ലിസിറ്റി പ്രൊമോഷൻ നമുക്ക് ഏൽക്കുന്നില്ല. ഇച്ചിരി വിവാദ പ്രൊമോഷൻസ് മാത്രമേ ഇപ്പൊ ഏൽക്കൂ. കാരണം അതിപ്പോ പല സിനിമകളും അതിന്റെ ചുവട് പിടിച്ച് വരുന്നുണ്ടല്ലോ. എമ്പുരാനൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു വിവാദത്തിനെ കുറിച്ച് തലങ്ങളിൽ എത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത്, അതായത് ആദ്യത്തെ ഒരു 3 ദിവസം വിവാദം അങ്ങ് കത്തുക. സാധാരണ നമുക്ക് റയോട്ട്സ് ഒക്കെ ഉണ്ടാവും, നമ്മൾ പേടിച്ചു അല്ലെ, ലഹള ഉണ്ടാവും, നമ്മുടെ കേരളം മറ്റേ മത തീവ്രവാദത്തിൽ കത്തും എന്നുള്ള ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർ മറ്റേ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വളരെ
പൂച്ചക്കുട്ടികളെ പോലെ അടുത്ത അതായത് ആരാണോ ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞത് അതെല്ലാം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഒരു 4ാമത്തെ 5ാമത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ 250 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് അത് മാത്രല്ല ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണാൻ ജനപ്രവാഹമായിരുന്നു, എക്സ്ട്രാ ഷോസ്. അതായത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന പറഞ്ഞ മൊമെന്റില് 48 hours എത്ര കോടിക്കണക്കിന് രൂപയുടെ ടിക്കറ്റാണ് വിറ്റുപോയത്. ഏതാണ്ട് 250 കോടി ആ ഒരു അതിന് മേളിൽ എത്തിക്കഴിഞ്ഞു. 300 crores അടുത്ത ഒരാഴ്ച കൊണ്ട് അവർ നേടിയെടുത്തു. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതിന്റെ ചുവട് പിടിച്ചാണോ എന്ന് ഞങ്ങളുടെ എളിയ ചിന്തയിൽ ബുദ്ധിയിൽ തോന്നിയതാണ്. ഒരുപാട് പറയാൻ പറ്റത്തില്ല, ഒരുപാട് ആൾക്കാർ അങ്ങനെ നമ്മള് സമർത്ഥിക്കുമല്ല അങ്ങനെയാണ് എന്ന്, അങ്ങനെയാണോ എന്ന് നമ്മുടെ ഒരു ഡൗട്ട് പങ്കുവെക്കുകയാണ്. ഒരു പക്ഷേ ആവാം, അങ്ങനെയാണെങ്കിലും അത് ആ സിനിമയ്ക്ക് ഗുണമാണേ നല്ല കാര്യം. നമ്മുടെ സഹപ്രവർത്തനം ചോദിച്ച പോലെ വേറൊന്നുമല്ല, എന്തുകൊണ്ട് എങ്കിൽ പിന്നെ ഷൈൻ ഇത്രയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? താങ്കൾക്ക് പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അല്ല, അല്ലെങ്കിൽ അറിഞ്ഞല്ലോ, ഇപ്പൊ ആദ്യം അറിയാതെയാണ് ഒരു ഡാൻസ് ഓഫ് സംഘമാണ് അല്ലെ ആരോപണം ഉന്നയിച്ചു, പേരുകൾ പുറത്തു വന്നല്ലോ. അപ്പോഴും പുള്ളി വിൻസി ആയിട്ടുള്ള ആ ഷൂട്ടിംഗ് ലൊക്കേഷനും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു സിനിമാ പ്രൊമോഷന്റെ കൂടെ ഭാഗമല്ലേ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കും. ഇത്രയും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിനെ ഇടപെടുത്തി, മീഡിയാസിനെ ഇടപെടുത്തി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ഇടപെടുത്തി, അപ്പൊ ഇത്രയും പേരെ മെനക്കെടുത്തിക്കൊണ്ടിരിക്കുന്ന ബോധമില്ലാതെ ഒരു പ്രൊമോഷൻ ചെയ്യില്ല എന്ന് മറ്റൊരു തലത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ സ്റ്റിൽ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം. പക്ഷെ ഈ ആള് മിനിഞ്ഞാന്നല്ലേ ഈ സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ആൾക്കറിയില്ലായിരുന്നു ഡാൻസ് ഓഫ് ടീം ആണെന്ന് അറിയില്ലായിരുന്നു. തനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്നാണ് പോലീസുകാരോട് ഈ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഭവം ഈ സ്ഥലത്തുനിന്ന് പോയി വേറെ പൊള്ളാച്ചി വരെ ചെന്നു എന്ന് പറയപ്പെടുന്നു. അവിടം വരെ ചെന്നു. ഇവിടുന്ന് ഓടി ആ ഓട്ടോ അവിടെയാണോ ചെന്ന് നിൽക്കുന്നത്? അതായത് ചാടി ഓടി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി ഓടിയൊക്കെ ആള് വഴി കൂടെ പോയ ഒരു ബൈക്കിൽ കൈ കാണിച്ചു കയറി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ കണക്ട് ചെയ്യാതെ അവിടെ വരെ ഒന്നും എത്താൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ പോലീസുകാരായിരുന്നു എന്ന് ഈ വാർത്തകളിൽ നിന്ന് ഉടനടി തന്നെ മനസ്സിലായിട്ടും ഉണ്ടാവും. അധികം താമസം അതിനകത്ത് വന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് പോലും തിരികെ വരാതെ പിന്നീട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ മറുപടികളെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് പിന്നെ വളരെ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ശനിയാഴ്ച 3 മണിക്ക് വരുമെന്ന് പറഞ്ഞിടത്ത് 11 മണിയായപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി അല്ലെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് അല്ലേ? അതെ അതെ. എന്തായാലും ഷൈൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൊക്കൈൻ കേസിൽ നിന്ന് കുറ്റവിമുക്തനായെങ്കിലും അതിന്റെ പുറകെ അന്വേഷണങ്ങൾ വരുന്നുണ്ട്. കാരണം അതിലെന്തോ വലിയൊരു മാൽഫങ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് കോടതി തന്നെ ആരോപിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യാളുകളായിരുന്നു പോലീസുകാരെന്നും പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയതെന്നും അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയെന്നും ഒക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലും ഇപ്പോൾ ഞാൻ രാസലഹരി ഉപയോഗിക്കാറില്ല എന്നാണ് ഷൈൻ ടോം പറഞ്ഞിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് വൈദ്യപരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെയാണ് അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ രാസലഹരിയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചാൽ ബ്ലഡിൽ അതിന്റെ അംശം ഉണ്ടാവാൻ അത് തെളിയത്തില്ലെന്നൊക്കെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നത്. ഇതിന്റെ അംശം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ ചിലപ്പോൾ സാധിക്കുന്നില്ല. അത്ര കൂടിയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഈ കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ടോപ്പിൽ എത്തിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പൈസ കൂടുന്ന പോലെ ഇങ്ങനെ കുറെ ഗുണങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ. ശരിക്കും ശാരിക ഈ പറയുന്ന എപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യമാണല്ലോ, ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ത്രീകൾക്ക് വേതനം കുറവും പുരുഷന്മാർക്ക് ശമ്പളം കൂടുതലും. യഥാർത്ഥത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതാണോ? കാരണം നമ്മൾ ഈ കേൾക്കുന്ന MDMA-ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെയൊക്കെ വില നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നത്. കാരണം ഒരു സാധാരണക്കാരന്റെ ഒരു മാസത്തെ ശമ്പളത്തെക്കാളിലും അധികമാണ് ഇതിനൊക്കെ 1 ഗ്രാമിനും 2 ഗ്രാമിനും ഒക്കെ നൽകേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു നിർമ്മാതാവ് പറഞ്ഞത്. അതായത് ശ്രീനാഥ് ഭാസി എന്ന് പറയുന്ന നടൻ വെളുപ്പാങ്കാലത്ത് വരെ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നിവൃത്തികേട് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരാളുടെ ഹാർഡ് വർക്ക് അല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം അതിൻ്റെ അണിയറ പ്രവർത്തകർ എത്ര പേര് കാണും. നമ്മളെല്ലാവരും പ്രേക്ഷകരായിട്ട് ചെല്ലുന്ന ഓരോരുത്തരും കാണുന്ന അതിൻ്റെ മുന്നിൽ സ്ക്രീനിൽ വരുന്ന ആളുകളെ മാത്രം. പക്ഷേ സ്ക്രീനിൽ വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഇതിനെ ഒരു ഉപജീവന മാർഗമാക്കിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോലും ഇത്രയേറെ കഷ്ടപ്പെടുന്ന അവർക്ക് പോലും ഇവരുടെയൊക്കെ നാളിലൊന്ന് ശമ്പളം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇവർ ചോദിച്ചു വാങ്ങുന്നു, ഈ പുരുഷന്മാർ ചോദിച്ചു വാങ്ങുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ശരിക്കും ഇത്രയും കൂടുതൽ മറ്റുള്ളവർ അവസ്ഥയോ സാഹചര്യമോ ഒന്നും മനസ്സിലാകാതെ ഈവൻ സിനിമ വിജയിക്കുമോ വിജയിക്കില്ലേ അല്ലെങ്കിൽ ഈ മുടക്കിയ കാശ് കിട്ടുമോ ഇതൊന്നും അവരെ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവർ വന്ന് ജോലി ചെയ്യണോ, ഞങ്ങളുടെ പ്രതിഫലം ഇത്രയാണ് എന്ന് പറഞ്ഞ് സ്റ്റബേണായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങളൂടെ ഒരുപക്ഷെ ഉണ്ടാവും. കാരണം
കാരണം മയക്കുമരുന്നുകൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഏരിയ, കോടികളുടെ കച്ചവടം നടക്കുന്ന ഏരിയ സിനിമ തന്നെയാണ്, മലയാള സിനിമ തന്നെയാണെന്നാണ് പലരും പറയുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല എന്ന് ഒരു മുൻ സംവിധായകൻ പറയുന്നുണ്ട്. അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇന്ന് തുടങ്ങിയ ഒരു സാധനമല്ല. അതായത് ഈ ശ്രീനാഥ് ബാസി അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ ജനറേഷനിൽ മാത്രമല്ല, അതിന് മുമ്പുള്ള ജനറേഷനും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് മുമ്പുള്ള ജനറേഷൻ. പക്ഷേ ഇതൊന്നും അങ്ങനെ പുറത്ത് വന്നിട്ടില്ല, പുറത്തുവിടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് റെയ്ഡ് നടത്തുന്നില്ല, മിന്നൽ പരിശോധനകൾ എന്തുകൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെയ്യുന്നില്ല? അവിടെ എന്താണ് വിഷയം? അവിടെ ക്യാരവനിലൊക്കെ പരിശോധിക്കണം. ഒരു പ്രാവശ്യം അത് ചെയ്യും, 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തനിയെ പഠിക്കും, കൊണ്ടുവരത്തില്ല. ഈവൻ ഷൈൻ ടോമിൻ്റെയൊക്കെ ക്യാരവനിൽ പുക കൊണ്ട് കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം പുക കൊണ്ട് കാണാൻ മേല, അതുപോലെ ഇരുന്ന് വലിയാണെന്നാണ് പറയുന്നത്. വലിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവാകാം, MDMA ആവാം. MDMAക്ക് പുകയില്ലല്ലോ, പക്ഷേ ഹൈബ്രിഡ് കഞ്ചാവിന് പുകയുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്ത് തന്നെയായാലും മലയാള സിനിമ ഒരു നല്ല കാലത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. എന്ത് തന്നെയായാലും ഇത് പുറത്തു വരാൻ കാണിച്ച ഒരു മനസ്സ് കാണിച്ച വിൻസി അലോഷ്യസ് ആണ്. അവരുടെ ഒരു ദുരനുഭവം. അവരിനി ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഒരു ഹീനമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള അനുഭവം പുള്ളിക്കാരത്തേക്ക് ആ സെറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് പുള്ളിക്കാരി അത്രയും വളരെ നമുക്കത് അവരുടെ റീൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ, ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അത്രയും വളരെ ഗൗരവതരമത്തോടെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ് പുള്ളിക്കാരത്തെ സംസാരിക്കുന്നത്. എന്നാൽ ധൈര്യം ഉണ്ട് താനും. അതായത് ഈ സിനിമ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന നടൻ സംവിധായകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് വിനിസ് അതിനെക്കുറിച്ച് ആലോചിച്ചില്ലേ, അവരുടെ കഞ്ഞികൂടി മുട്ടുമെന്ന് പറയുന്നതിന് മുൻകൂർ അഡ്വാൻസ് ആയിട്ട് വിനിസ് പറയുന്നുണ്ട്, സിനിമ ഒരു ഭാഗം മാത്രമാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതൊരിക്കലും ഒരു ജോബായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതൊരു ലൈഫ് ലോങ് ജോബായിട്ട് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ അതില്ലാതെ എനിക്ക് ജീവിക്കാതിരിക്കുക അങ്ങനെ ഒരു ലക്ഷ്യം പുള്ളിക്കാരത്തേക്ക് ഇല്ല. അത് പുള്ളിക്കാരത്തി വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം വെളിപ്പെടുത്തുന്നത്. പക്ഷെ അതിനിടയ്ക്ക് എന്തൊക്കെയോ പേരുകൾ പുറത്തുവിടണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ള കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും ഷൈൻ ടോം പിന്നെയും കരിനിഴലിൽ വന്നിരിക്കുകയാണ്. ഷൈൻ ടോം വളരെ ഘോരഘോരം പ്രസംഗിച്ച പോലെ മാധ്യമങ്ങളാണ് എന്നെ പ്രതിയാക്കുന്നത്, ഷൈൻ ടോം പിൻവലിക്കണം. കാരണം മാധ്യമങ്ങളല്ല ഷൈൻ ടോമിനെ ഇവിടെ പ്രതിയാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരുകൾ വെളിപ്പെടുത്തിയത്. അപ്പൊ ഇതിനുള്ള മറുപടി താങ്കൾ കേസ് അന്വേഷണമൊക്കെ പൂർത്തീകരിച്ച് ഇനി ഒരു ഇന്റർവ്യൂ കിട്ടാൻ തനിക്ക് യോഗം ഉണ്ടെങ്കിൽ താങ്കൾ പറയുക.